ലിബേർഷ്യ അക്കാഡമിയുടെ ഒരു എഡിറ്റോറിയൽ ഡിസ്കഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UPSC, KS, PSC പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എഡിറ്റോറിയൽ ഡിസ്കഷനെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഹിന്ദു പത്രത്തിലെ പ്രധാന എഡിറ്റോറിയലിനെ ആസ്പദമാക്കിയിട്ടുള്ളൊരു ഡിസ്കഷൻ ക്ലാസ്സാണ്. ഇതിൻ്റെ അകത്ത് RBIയുടെ കറൻസി സ്വാപ്പ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് നമ്മളിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നെസസറി ഇൻഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പ് ഹെഡിങ്ങിലുള്ള ഒരു ടോപ്പിക്കാണ് നമ്മളിവിടെ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. RBIയുടെ കറൻസി സ്വാപ്പ് എന്ന ആശയമാണ് ഇതിൻ്റെ അകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. ഇത് എങ്ങനെയാണ് ഇന്ത്യയുടെ സാമ്പത്തിക മാന്ദ്യത്തെ ബാധിക്കുന്നതെന്നും അതിന് എത്രത്തോളം പ്രാധാന്യമുള്ള നടപടികളാണ് ഇന്ത്യ എടുക്കുന്നതെന്നുമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ UPSCയിലെ GS പേപ്പർ 2ലും അതുപോലെ തന്നെ GS പേപ്പർ 3ലും KS പരീക്ഷയിലും ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. എക്കണോമി എന്ന് പറയുന്ന വിഷയത്തിൽ ഇത് വളരെയധികം എന്ത് ചെയ്യുന്നു, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോഴത് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ക്ലാസ്സാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ നെസസറി ഇൻഫ്യൂഷൻ, അപ്പോൾ എന്താണ് ഇത് ന്യൂസിൽ വരാൻ കാരണമെന്നാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. മൂലധന ഒഴുക്കും രൂപയുടെ മൂല്യത്തകർച്ചയും മൂലമുണ്ടായ പണലഭ്യത ആശങ്കകൾ പരിഹരിക്കുന്നതിനായിട്ട് RBI എന്ത് ചെയ്തു, ഒരു $10 ബില്യൺ രൂപയുടെ എന്ത് ചെയ്തു, കൈമാറ്റ ലേലം എന്ത് ചെയ്തിരുന്നു, പ്രഖ്യാപിച്ചിരുന്നു. അതായത് $10 ബില്യൺ രൂപ കൈമാറ്റ ലേലമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ നടത്തിയിരിക്കുന്നത്. ആഗോള സാമ്പത്തിക അനിശ്ചിതത്വത്തിനിടയിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കാനാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇന്ത്യ ഒരു $10 ബില്യൺ സ്വാപ്പ് എന്ത് ചെയ്തിരിക്കുന്നത്, നടത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി കാണത്തില്ല, എന്താണ് ഈ കറൻസി സ്വാപ്പ് എന്ന്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എന്താണ് കറൻസി സ്വാപ്പ് എന്ന് എന്ത് ചെയ്യാം നോക്കാം. കറൻസി സ്വാപ്പ് എന്ന് പറയുന്നത് ഒന്നുമില്ല, മോണിറ്ററി പോളിസി ടൂൾ ഓഫ് RBI ആണ്. RBIയുടെ എന്താണിതൊരു മോണിറ്ററി പോളിസി ടൂളാണ്. ഒന്നുമില്ല, സ്വാപ്പ് ചെയ്യുക. ഇപ്പം ഇന്ത്യയുടെ റുപ്പിയും അതുപോലെ തന്നെ അമേരിക്കയുടെ ഡോളറും തമ്മിൽ എന്ത് ചെയ്യുന്നു, സ്വാപ്പ് ചെയ്യുന്നു വെച്ചാൽ ഒന്നിന് പകരം മറ്റത് എടുക്കുന്നു. അതായത് ഡോളർ കൊടുത്തിട്ട് റുപ്പി വാങ്ങുന്നു, അല്ലെങ്കിൽ റുപ്പി കൊടുത്തിട്ട് ഡോളർ വാങ്ങുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്ന സ്വാപ്പ് എന്ന് പറയുന്നത്. ഇൻ ദിസ് ദ ബാങ്ക് ഹാവ് ട്രാൻസ്ഫർ ദെയർ ഡോളർ റിസർവ് ടു ദി RBI വിച്ച് ഇൻസ്റ്റഡ് റിസീവ് റുപ്പി. അതായത് ഇവിടെ എന്ത് ചെയ്യുന്നു, ഇതിൽ ബാങ്കുകൾ അവരുടെ ഡോളർ റിസർവുകൾ RBIക്ക് കൈമാറിയതിന് ശേഷം എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് രൂപ എന്ത് ചെയ്യുന്നു, എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതെന്ത് ചെയ്യാം, ഒരു നിശ്ചിത കാലയളവിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, കറൻസി സ്വാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും $10 ബില്യൺ രൂപയുടെ എന്താണ് ഒരു കറൻസി സ്വാപ്പാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് RBI ഇങ്ങനെ ഒരു നടപടി എടുത്തതെന്ന് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം നോക്കുമ്പോഴത്തേക്ക് അമേരിക്കയിലെ ഉയർന്ന പലിശയും അതുപോലെ തന്നെ ടാക്സ് കട്ട് പോളിസിയും മൂലം വിദേശ നിക്ഷേപകർ എന്ത് ചെയ്തു, വിദേശ നിക്ഷേപകർ ഏതൊക്കെയാണ്, FPIയും FIIയും. FPI എന്ന് പറയുന്നത് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് എന്നും, അത് കണക്ക് തന്നെ FII എന്ന് പറയുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്നുമാണ്. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഇവരെന്ത് ചെയ്തു, അവരുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്തു, കുറച്ചു. ഏകദേശം 31 ബില്യൺ രൂപ എന്ത് ചെയ്തു, 31 ബില്യൺ രൂപ എന്ത് ചെയ്തു, അവർ പിൻവലിച്ചു. അത് ഏകദേശം 2024 ഒക്ടോബർ മുതൽ 2025 ഒക്ടോബർ വരെ ആയപ്പോഴത്തേക്ക് ഈ ഒരു നിക്ഷേപം പിൻവലിച്ചതോടുകൂടി ഇന്ത്യയുടെ രൂപയുടെ മൂല്യം ഏകദേശം 3.3% എന്ത് ചെയ്തു, കുറയുകയാണ് ചെയ്തത്. ഇന്ത്യയുടെ രൂപയുടെ മൂല്യം എന്ന് പറയുന്നത് 3.3% എന്ത് ചെയ്തു, കുറഞ്ഞു. അതായത് ഡോളറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് $1 നമ്മൾ എത്ര രൂപയായി, 85 രൂപയാണ് ആയത്. $1 എന്ന് പറയുന്നത് 85 രൂപയാവാൻ എന്ത് ചെയ്തു, ഇത് കാരണമായി. അത് മാത്രമല്ല, ഇത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ എന്ത് ചെയ്തു, ഏകദേശം ഒരു 18% ഇന്ത്യയുടെ ഫോറക്സ് റിസർവ് എന്ത് ചെയ്തു, വിറ്റു. ഇത് കാരണം ഇന്ത്യയിൽ എന്ത് ചെയ്തു, 1.7 ട്രില്യൺ രൂപയുടെ എന്ത് ചെയ്തു, ലിക്വിഡിറ്റി ഡെഫിസിറ്റ്, അതായത് പണത്തിൻ്റെ ലഭ്യതയിൽ എന്ത് ചെയ്തു, കുറവ് വന്നു. അപ്പോൾ ഇതിനെ തരണം ചെയ്യാനായിട്ടാണ് ഇന്ത്യ എന്ത് ചെയ്തത്, കറൻസി സ്വാപ്പ് എന്ത് ചെയ്തിരിക്കുന്നത്,
ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2019 ഒരു കറൻസി സ്വാപ്പ് ചെയ്തിരുന്നു. അതിനുശേഷം 2025 ഈ ഒരു കറൻസി സ്വാപ്പും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. അതായത് 2019 നമ്മൾ ഈ ഒരു കറൻസി സ്വാപ്പ് ചെയ്തതെന്ന് വെച്ചാൽ വർദ്ധിച്ചു വരുന്ന ഫോറക്സ് കരുതൽ ശേഖരത്തിൻ്റെയും അതുപോലെ തന്നെ വ്യാപാര യുദ്ധ അനിശ്ചിത തത്വങ്ങൾക്കും ഇടയിലാണ് ഇന്ത്യ ചെയ്തിരുന്നത്. ആ ഒരു സമയത്ത് ഒരു സജീവമായ നടപടി എന്നുള്ള രീതിയിൽ കറൻസി സ്വാപ്പ് ചെയ്തത്. അതിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഇന്ത്യ ഈ ഒരു കറൻസി സ്വാപ്പ് ചെയ്യാനുള്ള കാരണമെന്ന് പറയുന്നത് എന്താണ്? മൂലധന ഒഴുക്ക് എന്ത് ചെയ്തു? വളരെയധികം എന്ത് ചെയ്തു? കുറഞ്ഞതും അതുപോലെ തന്നെ ദുർബലമായ രൂപയെ എന്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 2025 എന്ത് ചെയ്തത്? ഇങ്ങനെ ഒരു കറൻസി സ്വാപ്പ് എന്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്താണ് അതിൻ്റെയൊക്കെ അനന്തര ഫലമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇന്ത്യ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ഈ ഒരു കറൻസി സ്വാപ്പിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഏകദേശം 1.7 ബില്യൺ രൂപയുടെ പണലഭ്യത കമ്മി നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട്. അത് പരിഹരിക്കുന്നതിനും അതുപോലെ തന്നെ ക്രെഡിറ്റ് ഒഴുക്കും മൂലധന നിക്ഷേപവും കൂടുതൽ ജോലിയും ഡിമാൻഡും അതുപോലെയുള്ളവയൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു കറൻസി സ്വാപ്പ് ചെയ്തിരിക്കുന്നത്. അതേ കണക്ക് തന്നെ ഇന്ത്യയുടെ GDP ഏകദേശം 6.4% എന്ത് ചെയ്തതിന് മുകളിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു കറൻസി സ്വാപ്പ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്കിത് ഒരിക്കലും എന്താണെന്ന് പറയാൻ പറ്റില്ല, ഒരു ദീർഘകാല സാമ്പത്തിക വളർച്ച ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയായിട്ട് നമുക്ക് ഈ ഒരു മോണിറ്ററി പോളിസി ടൂളിനെ എടുക്കാൻ പറ്റത്തില്ല. ഇതെന്താണ്, ഒരു താൽക്കാലിക പരിഹാരം മാത്രമാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഈ ഒരു താൽക്കാലിക പരിഹാരം നമുക്ക് RBIയുടെ ഈ നീക്കം എന്ത് മാത്രമാണ്, ഒരു താൽക്കാലിക നീക്കമാണ്. അതൊരു താൽക്കാലിക പരിഹാരം മാത്രമാണ്. നമുക്ക് ഒരു കാലത്തും ഇതൊരു ദീർഘകാല പരിഹാരമായിട്ട് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ RBI ഇതൊക്കെ മാറ്റിയിട്ട് ഒരു ദീർഘകാല പരിഹാരത്തിലേക്ക് പോകേണ്ടതുണ്ട് എന്നൊക്കെയാണ് ഈ ഒരു എഡിറ്റോറിയലിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു എഡിറ്റോറിയലിൻ്റെ അകത്ത് അവർ പറഞ്ഞു വച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എക്കണോമിക്സിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ടോപ്പിക്ക്. അപ്പോൾ നിങ്ങൾ വായിച്ചു നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ പറയുക. ഈ ഒരു നോട്ട് ഞാൻ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ എന്ത് ചെയ്യും, അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അവിടെ നിന്ന് എടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വായിച്ചു നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് കണക്ക് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.